ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മൾ ബോട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ബോട്ടിൻ്റെ ചെറിയൊരു അപ്ഡേഷനാണ്. അപ്പോൾ ഇതിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സെറ്റിങ്സും പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഈ വർഷം കിട്ടിയത് ഏകദേശം 500% മുകളിലാണ് ഇതിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിയൽ ടെസ്റ്റിലും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജി തന്നെയാണ്, അതിൽ ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ റെഫറിലേക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതുമായിട്ടുള്ള ഇകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു സെറ്റിങ്സിൽ സ്റ്റാർട്ടറിലാണ് ഈ ഒരു സെറ്റിങ്സ് നന്നായിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടറിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാൻ ലിങ്കും ഈ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ UAE ആളാണെങ്കിൽ ഈ ഒരു ലിങ്കാണ്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഫസ്റ്റ് ലിങ്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് സ്റ്റാർട്ടർ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പേഔട്ട് കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ പേഔട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ റെഫറൽ എടുത്ത ആൾക്ക് അതിൻ്റെ സപ്പോർട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ടീമിന് ബന്ധപ്പെടാൻ നമുക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി എന്തെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് ഒരു 4 hour ക്യാൻഡിൽ. ഇപ്പോൾ ഈ ഡിസംബറിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസംബർ ഇനി വരുന്ന ദിവസങ്ങളിലൊന്നും കൂടി ശ്രദ്ധിച്ചൊക്കെ ട്രേഡ് എടുക്കുക. കാരണം ഇനി ഒരുപാട് ഒഴിവുകൾ, നമ്മൾ ക്രിസ്മസിൻ്റെ അവധികളും ന്യൂ ഇയറിൻ്റെ ഒക്കെ ആയിട്ട് ഒരുപാട് മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ റേഞ്ച് ബൗണ്ടൊക്കെ മാർക്കറ്റിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫോറക്സിൽ. അപ്പോൾ അത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു 4 hourൻ്റെ ഹൈ ആൻഡ് ലോ നമ്മൾ ഓട്ടോമാറ്റിക് മാർക്കാവും. അതിനുശേഷം ഒരു ക്യാൻഡിൽ അത് എന്താവും സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് എൻഡ് എടുത്തിരുന്നത്. ഈ ഒരു ഭാഗം സ്വീപ്പ് ചെയ്ത് ക്ലോസ് ആകുന്ന ഉടനെ നമുക്ക് എൻഡ് എടുക്കും, അതിൻ്റെ മുകളിൽ ടാർഗറ്റ്. പക്ഷെ ഒരുപാട് മാനിപ്പുലേഷൻ സംഭവങ്ങൾ ഇതിന് ശേഷം ചിലപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ഇതിൻ്റെ ലോ എന്ന് CPA അല്ലെങ്കിൽ അത് താഴേക്ക് പോയിരുന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് ഈ ഒരു സ്വീപ്പിന് ശേഷം ഒരു ബുള്ളിഷ് എൻഗുൾഫിൻ, ഒരു മുകളിലേക്ക് ഒരു ക്ലോസ്, ഈ ക്യാൻഡിലിൻ്റെ ഹൈ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും എൻഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും അതെന്ത് ചെയ്യും, ഒരു കൺഫർമേഷനും കൂടെ ആയിട്ട് ഇവിടെ നിന്നായിരിക്കും ഇതിൻ്റെ ക്ലോസ് എന്നായിരിക്കും എൻഡ് എടുക്കുക. അത് നമുക്ക് ഇഷ്ടാനുസരണം എത്രയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് അതനുസരിച്ച് നമുക്ക് കൊടുക്കും. നമുക്ക് 1:1 1:2 എത്രയാണ് വേണമെങ്കിൽ അത് നമുക്ക് അതിന് ടാർഗറ്റും കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 4 hour ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഗോൾഡിൽ ടെസ്റ്റ് ചെയ്തത്. മറ്റുള്ള ഏത് ഇൻസ്ട്രുമെൻറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 January മുതൽ ഇന്നലെ വരെ ഉള്ളത് 19-ാം തീയതി നിന്നാണ് 2 ദിവസം മുമ്പുള്ളത് വരെ ഉള്ളതായിരിക്കും ഈ ഒരു ഇതുവരെ. അതിൻ്റെ സെറ്റിങ്സിൽ കഴിഞ്ഞാൽ 18-12 ഇന്നലെ വരെ ഉള്ളതാണ് ഇതിൻ്റെ റിസൾട്ട്. അതിൽ ഇൻപുട്ടിലും കാര്യങ്ങളൊക്കെ വരാം. അതിന് ബാക്ക് ടെസ്റ്റ് വെർഷനിൽ 10,000 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 5% റിസ്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇവിടെ 57,857 നമ്മുടെ ഇക്വിറ്റി അപ്പായിട്ടുള്ളത്. പിന്നെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാലും ഒരു സ്ലോലി അപ്പാണ്, അല്ലാതെ ജസ്റ്റ് നമുക്ക് ഒരു സഡൻലി അപ്പൊന്നല്ല. ഇക്വിറ്റി വലിയ ഡ്രോഡൗണും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിലാകെ നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മാത്രം ഈ ഒരു 12 മാസങ്ങളിൽ ഏപ്രിൽ മാസം മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും പോസിറ്റീവായിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സും അതുപോലെ ഫയലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതിൻ്റെ ഇൻപുട്ട് കാര്യങ്ങൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇൻപുട്ട്. ഞാൻ ആദ്യം എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.
ഈ 2 ഫയലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ സ്റ്റാർ ട്രേഡർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു സ്റ്റാർ ട്രേഡറിൻ്റെ സെറ്റിങ്സ് ആണുള്ളത്. അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരുന്നതാണ്. അതിനുശേഷം ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് ഇത് എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഈ ക്യാൻഡിൽ സ്വീപ്പ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്കല്ല, ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഇത് പറ്റുള്ളൂ. ലൈവ് അക്കൗണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 2 ഫയലായിട്ടാണ് വരിക. A to Z ക്യാൻഡിൽ സ്വീപ്പ് എന്ന ഒരു ടെസ്റ്ററും അതുപോലെ ഒരു സെറ്റ് ഫയൽ SCT എന്ന് പറഞ്ഞൊരു സെറ്റ് ഫയൽ ഉണ്ടാവും. അതുപോലെ ഒരു EXE ഫയലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ MT5 ഓപ്പൺ ചെയ്യുക. MT5 ഓപ്പൺ ചെയ്യുമ്പോൾ MT5 ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഈ ഫയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ MT5 ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ വിഡും മാസ്കും മൂവ് ചെയ്യുന്നുണ്ടോ നോക്കുക. മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് വർക്കാവും. അതുപോലെ തന്നെ ട്രേഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ ഒരു ടാബും കൂടി വരും. അതിനുശേഷം നിങ്ങൾ ഫയൽ എടുക്കുക, ഓപ്പൺ ഡാറ്റ ഫോൾഡർ എന്ന് കൊടുക്കുക. അതിനുശേഷം MQL 5 പോവുക. എക്സ്പേർട്ടിൽ പോയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ഈ ഒരു നമ്മൾ കോപ്പി ചെയ്ത സംഭവം ഉണ്ടല്ലോ അതിവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിത് ക്ലോസ് ചെയ്യുക. വീണ്ടും റിഫ്രഷ് കൊടുക്കുക. റിഫ്രഷ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും A to Z ക്യാൻഡിൽ സ്വീപ്പർ വേർഷൻ 2 ടെസ്റ്റർ എന്ന് കാണും. അതിനുശേഷം അത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇത് നിങ്ങൾ ഇനി ഇത് ഡയറക്റ്റ് ഇതിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. കാരണം അത് ടെസ്റ്റ് ഫയൽ മാത്രമാണ്. അത് നിങ്ങൾക്ക് സ്ട്രാറ്റജി ടെസ്റ്ററാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ലൈവ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ലൈവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലൈവ് ഫയൽ ഞാൻ അയച്ചു തരുന്നതാണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെഫറിൽ ജോയിൻ ചെയ്ത ആൾക്ക് ഓൾറെഡി ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്നെ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് തരാം. ടെസ്റ്റ് ഇത് കൊടുക്കുക. ടെസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ XAUSD നിങ്ങളുടെ ഇത് കൊടുക്കുന്നതിന് മുമ്പ് XAUSD ഇവിടെ ഗോൾഡിൻ്റെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ മാർക്കറ്റ് വാച്ചിൽ XAUSD ഇല്ലേ നോക്കുക. ഇല്ലെങ്കിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ XAUSD കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ടൈം ഫ്രെയിം നമ്മൾ 4 hour അതുപോലെ 50 minute ആണ് ടൈം ഫ്രെയിം ഗോൾഡിൽ ചെയ്യാറ്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ 1 hour 5 minute അതുപോലെ 30 minute 3 minute അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഗോൾഡ് സാധാരണ ചെയ്യാറ് 4 hourൻ്റെ 50 minute. 50 minute ട്രേഡ് എടുക്കുക. 4 hourൻ്റെ ഹൈ ആൻഡ് ലോ ആണ് മാർക്ക് ചെയ്യുക. അപ്പോൾ 4 hour കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഏത് ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ഈ വർഷം മൊത്തമാണെങ്കിൽ ഇത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കസ്റ്റം പീരീഡ് ഈ മാസം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്താണെങ്കിൽ ഇതിവിടെ കഴിഞ്ഞ മാസത്താണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നവംബർ കൊടുക്കുക. 1 നവംബർ മുതൽ 31 നവംബർ വരെ 30 നവംബർ വരെ എത്രയാണോ നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ ക്യാപിറ്റൽ വേണ്ടത്, 10,000 അല്ലെങ്കിൽ 1000 കൊടുക്കുകയാണെങ്കിൽ $1000 ഇവിടെ ക്യാപിറ്റൽ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട 15 minute ആണ്. അതിനുശേഷം ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ ലോഡ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ ഇവിടെ ലോഡ് എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ ഈ 2 ഫയലാണ് ഡൗൺലോഡ് ചെയ്തത്. അതിൽ ഇവിടെ നമുക്ക് ഇവിടെ 2 ഫയൽ ഉണ്ടാവും. ഇവിടെ സെറ്റ് ഫയലിൽ ഒരു സെറ്റ് ഫയൽ മാത്രമേ കാണിക്കുള്ളൂ. അത് ലോഡ് ചെയ്യാം. അത് ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഞാൻ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് ഓട്ടോമാറ്റിക് ലോഡാവും. അത് ഇവിടെ ബോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബയ്യ സെല്ല വേണ്ട, രണ്ടും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മെയിൻ ടൈം ഫ്രെയിം 4 hour എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ 4 hour എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 hour ആക്കിയിട്ട് ഇവിടെ 50 minute ഉള്ളത് നിങ്ങൾക്ക് മാറ്റാം. അതുപോലെ 4 hour നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് നിങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പല സ്ക്രിപ്റ്റിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഇവിടെ ഓട്ടോലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ $100 നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ ഓട്ടോലോട്ടിന് പകരം ഫിക്സഡിലോട്ട് 0.01 കൊടുക്കാം. ഇവിടെ 1000 ആവുന്നതുകൊണ്ട് തന്നെ 5% ഏകദേശം ഒരു ട്രേഡിൽ $50 എന്നുള്ള രീതിയിലാണ് എനിക്ക് ലോസ് വരും. ഇവിടെ നമ്മൾ SL ടൈപ്പ് പിപ്പ് ബേസ് ആണ്, 50 പിപ്പാണ്.
ഇനി നിങ്ങൾ XNS മറ്റുള്ള ബ്രോക്കറൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ 50 എന്നുള്ളത് 500 ആണ് കൊടുക്കേണ്ടത്. പിന്നെ എൽപാരി ആണെങ്കിൽ 50 ആണ്. അങ്ങനത്തെ പല ബ്രോക്കറിലും പല ഡിജിറ്റ് കുറവുണ്ടാവും. XNSലൊരു ഡിജിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 50 എന്നുള്ളതിന് 500 കൊടുക്കേണ്ടത്. ഇവിടെ സ്റ്റാർട്ടേഡിൻ്റെ ആവുന്നതുകൊണ്ട് തന്നെ 50 ആണ് കൊടുക്കുന്നത്. റിസ്ക് റിവാർഡ് ഞാൻ 1:1 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1:1 1:2 1:3 കൊടുക്കാം. നിങ്ങൾക്ക് പല രീതിയിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി ഡ്രോ ഡൗൺ വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. യൂസർ ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു സെറ്റിങ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിച്ചു നോക്കുക. അവർ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ വിഷ്വൽ മോഡ് ഓൺ ആയി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതൊന്ന് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ബാക്ക് ടെസ്റ്റ് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ 1000 ഉള്ളത് 1300 ആയി 1200 ആയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് പോകുന്നു കാണാൻ പറ്റും എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ $1000 നമ്മൾ കഴിഞ്ഞ മാസം ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് 1286.94 വന്നത്. അപ്പോൾ അത് എൻ്റെ ബാക്ക് ടെസ്റ്റ് റിസൾട്ടോടെ കാണാൻ പറ്റും. $286 പ്രോഫിറ്റ്. ഇനി ഞാൻ ഇതേ സംഭവം തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 72% ആണ് നമുക്ക് ഷോർട്ട് ട്രേഡിൽ പ്രോഫിറ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ലോങ് ട്രേഡിൽ 50% 10 ട്രേഡുകളാണ് വിജയിച്ചത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ട്രേഡിലാണ് കൂടുതൽ വിന്നിങ് റേറ്റ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട് ട്രേഡ് മാത്രം നിങ്ങൾ എല്ലാ മാസം ട്രേഡ് ചെയ്ത ശേഷം സെല്ല് ഓൺലി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ല് ഓൺലി മാത്രമായിരിക്കും ട്രേഡ് എടുക്കുക. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ 72% അടുത്തത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1200 സംതിങ് ആയിരുന്നു പ്രോഫിറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് മാത്രം സെല്ല് മാത്രമാകുമ്പോൾ 1331 കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ $1000 പകരം $100 കൊടുത്തത്. അതിനുശേഷം ഇൻപുട്ടിൽ മാറ്റിയിട്ട് നമുക്ക് ഓട്ടോലോട്ട് എന്ന് പറയുന്ന പകരം ഫിക്സറിലോട്ട് 0.01 കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ $100 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം $130 ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ഇത്. ഇനിയിപ്പോൾ ഈ മാസം ഡിസംബറിൽ ഒരുപാട് മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള മാസമാണ്. ഈ മാസം നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഡിസംബർ 1 മുതൽ ഡിസംബർ ഇതുവരെ കേട്ടോ $105 ആകെ ഇട്ടിരിക്കുന്നത്. കാരണം ഈ മാസം ഭയങ്കര ഒരു ഡിസംബർ മാസം അല്ലെങ്കിലും ട്രേഡിങ്ങിന് നമ്മൾ ഒന്നുകൂടി മാറിയിരിക്കും, ഒന്നുകൂടി നന്നാവുക. എന്നാലും ഇതിൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിന്നിട്ടുണ്ട്. എല്ലാ മാസവും ഇത് കിട്ടണമെന്നില്ല, ട്രേഡിംഗ് ആണ്. ഒരു മാസം ഞാൻ പറഞ്ഞില്ല, ഏപ്രിൽ മാസത്തിൽ നമുക്ക് അത് നെഗറ്റീവായിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ മാസത്തിലും പോസിറ്റീവാണ്. ഇപ്പോൾ സ്റ്റാർട്ടേഡിൻ്റെ സെറ്റിങ്സ് ആണിത്. അത് മറ്റുള്ള ബ്രോക്കറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹൈ ആൻഡ് ലോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിക്സഡ് ടൈം മാറ്റാൻ പറ്റും. അതുപോലെ റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് പല രീതിയിൽ ഇപ്പോൾ 1:3 1:2 ഒക്കെ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ സ്റ്റാർട്ടേഡിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ടെലഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അപ്പോൾ എത്രയാണ് ഈ വീഡിയോ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് ആദ്യം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടുന്നതൊന്നല്ല. ഇത് അതിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കുക, എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ട വീഡിയോ അയച്ചു തരും. അതുപോലെ തന്നെ ലൈവ് അക്കൗണ്ടിലേക്കുള്ള ബോട്ടും ഞാൻ അയച്ചു തരുന്നതാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ രീതി നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണ് നിങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു റേഞ്ച് ഇത്ര ക്യാൻഡിലിൻ്റെ റേഞ്ച് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലും അത് വരുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ, റേഞ്ച് ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതിലൊരു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് എൻ്റെ റെഫർ എടുത്തവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്തരമുള്ള ഇത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രേഡിംഗ് എന്ന് പറയുന്നത് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇമോഷനിൽ നമുക്ക് മാറ്റി നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള ബോട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എങ്കിൽ എൻ്റെ റെഫറിലെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി എൻ്റെ റെഫറൽ എടുത്ത ആൾക്ക് ഈ ഒരു ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ സെറ്റിംഗ് ഫയൽ ഇട്ടിട്ട് ഈ ഒരു വേർഷൻ 2 കൂടി സ്കാൻഡിൽ സ്വീപ്പിൻ്റെ 2 കൂടി നിങ്ങൾ എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
അപ്പോൾ ഇത്രയാണ് വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.